അപ്പൊ ലൂപ്പ് എന്താന്നുള്ളത് നോക്കാം. നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ കോർ ആയിട്ട് വരുന്നത് 3 ലൂപ്പ്. അത് ജാവാസ്ക്രിപ്റ്റ് മാത്രമല്ല, പൈത്തൺ ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, എവിടെയായാലും 3 ലൂപ്പാണ് കോമൺ ആയിട്ടുള്ളത്. ഒന്ന് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഫോർ ലൂപ്പ് എന്താ നോക്കാം. ഇവിടെ കണ്ടോ, ഇതാ ഇത്രയും സാധനങ്ങളാണ് ബൈ ഡിഫോൾട്ട് വരുന്നത്. അത് അവിടെ നിന്നോട്ടെ. ഇതാ ഇവിടെ ഇപ്പൊ ഇവന്മാര് ചെയ്തേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഇതെന്താ ഒരു അറയാണെന്ന് പറയുന്നുണ്ട്. അറയുടെ ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആണ്. അത് നമുക്കപ്പോ ഇവിടെ വേണമെങ്കിൽ ഒരു അറേ കൊടുക്കാം. ഇവിടെ ഇപ്പൊ അറ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അറേ ഡിഫൈൻ ചെയ്യുന്നു. അറയ്ക്കകത്ത് എന്തിടാം? അറയ്ക്കകത്ത് നമുക്ക് ഭാവനേനെ ഇടാം. ഭാവന ജസീല് ജസീലിന് ഡബിൾ കോട്സ് പോയി. ജസീലുണ്ട്, ഇർഷാദ് ഉണ്ട്, പിന്നെ ആരുണ്ട്? നമുക്ക് സ്വാലിഹുണ്ട്. ഓക്കെ, ഇത്രയും പേരെ ഞാൻ അറേക്കാട്ട് ഇട്ടു. എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് എലമെന്റിന്റെ ലോഗ് ചെയ്ത് നോക്കാം, എന്താ വരുന്നതെന്ന് അറിയില്ല. എന്നിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നോഡ് ലൂപ്സ് ഡോട്ട് ജേസ്. എന്താണ് സംഭവിച്ചത് ഇവിടെ? ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ എന്റെ കയ്യിലൊരു അറ എന്ന് പറഞ്ഞൊരു അറ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കാം, നല്ല പേര് കൊടുക്കാം, നെയിംസ് അറ. ഓക്കെ, നെയിംസ് അറ എന്ന് പറഞ്ഞൊരു അറയുണ്ട്. ഫോർ ലൂപ്പിനകത്ത് ഞാൻ ആ പേര് മാറ്റുന്നു. ഓക്കെ, ഔട്ട്പുട്ടിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം ആൾക്കാർ തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ എന്റെ നെയിംസ് അറ എന്ന് പറഞ്ഞൊരു അറ ഉണ്ടായിരുന്നു. അറയ്ക്കകത്ത് ഭാവനയുണ്ട്, ജസീലുണ്ട്, ഇർഷാദുണ്ട്, സ്വാലിഹുണ്ട്. നിങ്ങളൊക്കെ പറയുന്നത് അറയുടെ ഐറ്റംസാ. ഫോർ ലൂപ്പിനകത്ത് സംഭവിക്കുന്നത് നമുക്കിവിടെ ഫോർ ലൂപ്പ് ലൂപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് കാണാം. ഓക്കെ, ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് കാണും. അതിന്റെ ഓരോ എലമെന്റിനകത്തും കയറി ഇറങ്ങി പോയി എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ചെയ്യാതിരിക്കാം. അതാണ് ലൂപ്പിന്റെ ബേസിക് ഫംഗ്ഷൻ. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ തന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യാൻ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ അറയ്ക്കകത്ത് കയറി ഇറങ്ങി എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്യാം. ഇവിടെ ഇപ്പൊ എന്ന് പറയുന്നത് ഒരു നെയിംസ് അറേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറയുണ്ട്. അറയ്ക്കകത്ത് 1 2 3 4 പേരുണ്ട്. അപ്പൊ ഇവിടെ 4 പേരെ എനിക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ട് കയറി ഇറങ്ങി പോകണം. 4 പേരെ എനിക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ട് കയറി ഇറങ്ങിപ്പോയി അതിനകത്ത് ഉള്ള ഓരോ എലമെന്റിനെയും പ്രിന്റ് ചെയ്യണം. അതാണ് എനിക്ക് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കൊടുക്കും. ഇതിനകത്ത് 3 സാധനങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്, പിന്നെന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റ് ലോജിക്. അങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ഫോർ ലൂപ്പിന്റെ സിന്റാക്സിനകത്തുള്ളത്. ഇത്രയും നോക്കാം. ഇത് നിങ്ങളിപ്പോ ഈ ഒരു ടോപ്പ് പോർഷൻ മാത്രം നോക്കിയാൽ മതി. ഈ ഒരു സാധനം മാത്രം നോക്കിയാൽ താഴെ ഉള്ളത് നോക്കണ്ട. ഇതിനകത്ത് അപ്പൊ ഫോർ ലൂപ്പിന്റെ സിന്റാക്സിനകത്ത് മാത്രമല്ല, ഏതൊരു ലൂപ്പ് ആയാലും ആ ലൂപ്പിന് മെയിൻ ആയിട്ട് 3 സാധനം വേണം. ഒന്ന്, ലൂപ്പ് വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യണം. ഇനിഷ്യലൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനൊരു വാല്യൂ കൊടുത്ത് അത് ഇനിഷ്യലൈസേഷൻ. അപ്പോ നമുക്കൊരു ലൂപ്പ് വേരിയബിൾ വേണം. ലൂപ്പ് ചെയ്യുന്ന വേരിയബിൾ ഏതോ അതിനെ ലൂപ്പ് വേരിയബിൾ എന്ന് പറയും. ഒരു ലൂപ്പ് വേരിയബിൾ വേണം, ഒരു കണ്ടീഷൻ വേണം. കണ്ടീഷൻ എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു കണ്ടീഷൻ വേണം, പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ലോജിക്കും വേണം. ഇതിനകത്ത് കണ്ടീഷൻ എന്തിനാന്ന് വെച്ചാൽ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നേരെ കറങ്ങണം. ഇതിലേക്ക് അതിനകത്തുള്ള കോഡ് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള കോഡ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളത് കാണിക്കുന്നതിനാണ് ഈ പറഞ്ഞ കണ്ടീഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ എന്നുള്ളത് ഇതിനകത്തുള്ള കോഡ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നതിനാണ്. അപ്പോ അത് സ്റ്റാർട്ട്സ് ഫ്രം 0 ബൈ ഡിഫോൾട്ട്. ഇവിടെ ഞാനിപ്പോ വെച്ചേക്കുന്നത് ഇൻഡെക്സ് ഷുഡ് ബി ലെസ് ദാൻ നെയിംസ് അറേ ഡോട്ട് ലെങ്ത്. അപ്പൊ നെയിം അറേ ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ 1 2 3 4. അപ്പോ ഇൻഡെക്സ് ഷുഡ് ബി ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് 0യിൽ തുടങ്ങി ഈ 0 ഓരോ തവണ ഇത് കഴിയുമ്പോൾ പ്ലസ് ആവും. അപ്പൊ 3 തവണ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ആവും. അതുകൊണ്ടാണ് 0 തൊട്ട് 3 എന്ന് പറയുമ്പോൾ മൊത്തം 4 തവണ എക്സിക്യൂട്ട് ആവും. അതാണ് ആദ്യം 0 എന്ന്. അതുകൊണ്ട് പറഞ്ഞുതരാം. നമുക്ക് ഏതൊരു ലൂപ്പ് ആയാലും ലൂപ്പിന് 3 ഭാഗങ്ങളാന്നുള്ളത്. ഒന്ന് ഇനിഷ്യലൈസേഷൻ, 2 കണ്ടീഷൻ, 3 അപ്ഡേറ്റ് ലോജിക്. ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലൂപ്പ് വേരിയബിൾ കാണും. ആ ലൂപ്പ് വേരിയബിളിനാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്ഡേറ്റ് ലോജിക്കിനകത്ത് സെയിം ലൂപ്പ് വേരിയബിളിനെ തന്നെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ ലൂപ്പ് വേരിയബിൾ ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെ നമുക്കൊരു കണ്ടീഷൻ കാണും. ഈ കണ്ടീഷൻ വേണമെങ്കിൽ എനിക്ക് ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയാം. ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ആ കണ്ടീഷൻ
എപ്പോ സാറ്റിസ്ഫൈ ആവാതിരിക്കുന്നോ ആ കണ്ടീഷൻ എപ്പോ ഫോൾസ് ആവുന്നോ അപ്പൊ ആ ലൂപ്പിന്റെ എക്സിക്യൂഷൻ നിൽക്കും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നെയിംസ് അറേ ഡോട്ട് ലെങ്ത്തിന് ലെസ് ദാൻ ആയിരിക്കണം. അപ്പൊ ലെങ്ത്തിന് ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിനകത്ത് 4 എലമെന്റ് ഉണ്ട്. അപ്പൊ 4 വരെ പോയാൽ മതി. അതിൽ കൂടുതൽ എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് അത് കൂടുതൽ പോകാൻ വേണ്ട. അപ്പൊ അതിനുവേണ്ടി ഇവിടെ ഒരു ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. യാ, നമുക്ക് കുറച്ചും കൂടെ ചെറിയൊരു എക്സാമ്പിൾ പിടിക്കാം. ഇത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി, അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് തട്ടാം. എടാ, എനിക്ക് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതിനൊന്നെങ്കിൽ എനിക്ക് കൺസോൾ ഡോട്ട് ലോഗ് 1 1 2 3 4 5 5 വരെ മതി. അല്ലെ 5 വരെ വേണം, 10 വരെ പ്രിന്റ് ചെയ്യാം. എനിക്ക് 10 നമ്പർ പ്രിന്റ് ചെയ്യണം. എന്തൊക്കെ പാടാണല്ലേ 10 നമ്പർ പ്രിന്റ് ചെയ്യാൻ. 4 5 6 7 8 9 10. ഓക്കെ, എനിക്ക് 10 നമ്പർ പ്രിന്റ് ചെയ്യണം. 10 നമ്പർ പ്രിന്റ് ആയി. ഇത് നല്ല കോഡാണോ ചീത്ത കോഡാണോ? ബാഡ് കോഡ്. കാരണം ഇത്രയധികം കോഡ് റിപ്പീറ്റേഷൻ വന്നു. ഇത്രയധികം കോഡ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കോഡിനകത്ത് റിപ്പീറ്റേഷനേ ബാഡാണ്. അത് 2 തവണ ആയാലും ഇത് തന്നെ ബാഡ് കോഡാണ്. എന്ത് 2 തവണ കൺസോളിലോ കിട്ടത് തന്നെ ബാഡ് കോഡാ. അപ്പൊ 10 തവണ ഇടുന്ന ആലോചിക്കുക. അപ്പൊ എനിക്ക് 10 നമ്പർ റിപ്പീറ്റേഷൻ ഇല്ലാതെ എങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും? നമുക്ക് അത് നോക്കാം. റിപ്പീറ്റേഷൻ ഇല്ലാതെ 1 തൊട്ട് 10 വരെ എനിക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം ഒരു വേരിയബിൾ വെക്കും. എന്ത്? കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ വെക്കാം. എനിക്ക് 1 തുടങ്ങണം. അല്ല, വേണ്ട, കൗണ്ടിന്റെ ആവശ്യമില്ല. എനിക്ക് 1 തുടങ്ങണം, 10 വരെ പോണം, അത്ര സാധനം പ്രിന്റ് ചെയ്യണം. 4 എവിടുന്ന് തുടങ്ങണം? ലെറ്റ് സ്റ്റാർട്ട് ഈക്വൽ ടു 1. ഏത് വരെ പോണം? കണ്ടീഷൻ സ്റ്റാർട്ട് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഓരോ തവണയും എത്ര വെച്ചാണ് കൂടേണ്ടത്? സ്റ്റാർട്ട് i++. കൊടുത്താൽ ഒരു തവണ കൂടത്തുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? ഓരോ തവണയും ലോഗ് ചെയ്താൽ മതി. എന്താണ് ലോഗ് ചെയ്യേണ്ടത്? സ്റ്റാർട്ട്. ആരാണ്ടാ വിളിക്കുന്നു? അവിടെ കിടാം. ഓക്കെ, ഐ ഇസ് നോട്ട് ഡിഫൈൻഡ്. ഐ അല്ല, സ്റ്റാർട്ടാണ്. ശീലിച്ചു പോയി, എന്ത് ചെയ്യാനാ. യെസ്, രണ്ടും ഒരേ പണിയാണ് എടുത്തത്. പക്ഷെ ഈ കോഡ് കുറച്ചുകൂടെ നല്ല വൃത്തിയുള്ള കോഡായിട്ട് തോന്നുന്നില്ല. ഇനി നമുക്ക് ഇതിനകത്തുള്ള എന്താ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ലൂപ്പ് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു. അത് സ്റ്റാർട്ട് 0 ആവാം 1 ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദ യൂസ് കേസ്. അത് ഏതുവരെ പോകണം, അല്ലെങ്കിൽ ഈ ലൂപ്പ് എവിടെ വെച്ച് ടെർമിനേറ്റ് ആവണം. ഒരു കണ്ടീഷൻ പറയേണ്ടത്. ഈ കണ്ടീഷൻ എങ്ങാനും ഞാൻ തെറ്റിച്ചു കൊടുത്താലുള്ള അവസ്ഥ നോക്കിക്കോ. ഞാനിപ്പോ ഇവിടെ കണ്ടീഷനകത്ത് സ്റ്റാർട്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് മാത്രമേ ഇട്ടോളൂ എന്ന് കരുതിക്കോ. കണ്ടീഷൻ തെറ്റിയുള്ള പ്രശ്നം ഇതാണ്. അത് ജന്മത്ത് നിൽക്കത്തില്ല. അതപ്പോ വലിയ കോഡൊക്കെ ആണെങ്കിൽ API കോളൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സർവർ അടിച്ചു പോകും. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ കൊടുക്കുക. ആ ലൂപ്പ് 10 വെച്ച് നിൽക്കണം. അത് 10 വെച്ച് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു കണ്ടീഷൻ ഇട്ടത്. ഇതാണ് അപ്പൊ എന്റെ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആവുന്നിടത്തോളം കാലം ഇതിനകത്ത് കയറി ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അടുത്തത് സ്റ്റാർട്ട് ++ എന്ന് പറയുമ്പോൾ ഇത് ഓരോ തവണയും എത്ര വെച്ച് ഇൻക്രിമെന്റ് ആവണം. അതാണിത്. ഞാനിപ്പോ ഇവിടെ സ്റ്റാർട്ട് ഈക്വൽ ടു സ്റ്റാർട്ട് +2 എന്ന് കൊടുത്തെന്ന് കരുതിക്കോ. അപ്പൊ സ്റ്റാർട്ട് ഓരോ തവണയും 2 വെച്ച് ഇൻക്രിമെന്റ് ആവും. അപ്പൊ 1 പ്രിന്റ് ചെയ്തു. അടുത്ത ഇറ്ററേഷനിൽ 1 വന്നു. സ്റ്റാർട്ടിന്റെ വാല്യൂ ആദ്യം 1 വന്നു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ട്രൂ വന്നു. അടുത്തത് നേരെ അകത്ത് കയറും. 1 പ്രിന്റ് ചെയ്തു. അടുത്ത് ഇവിടെ വരും. സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് +2. അപ്പൊ അടുത്ത സ്റ്റാർട്ടിന്റെ വാല്യൂ 1 + 2 3. 3 വീണ്ടും ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ 10 ആണോ ചെക്ക് ചെയ്യും. ആണ്, പ്രിന്റ് ചെയ്തു. 3 + 2 5. 5 ലെസ് ദാൻ 10 ട്രൂ, പ്രിന്റ് ചെയ്തു. അടുത്തത് 5 + 2 7. 7 ലെസ് ദാൻ 10 പ്രിന്റ് ചെയ്തു. അടുത്തത് 9 പ്രിന്റ് ചെയ്തു. അടുത്തത് 11 വന്നു, പ്രിന്റ് ആയില്ല. കാരണം 11 ലെസ് ദാൻ 10 ആണോ? അല്ല, ഫോൾസ്. അതോടെ നിന്നു. സോ ഇതാണ് വയൽ ലൂപ്പ്, ഐ മീൻ ലൈക്ക് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്.